ഒരു സൺസെറ്റ് കണ്ടുകൊണ്ട് തന്നെ വീഡിയോ തുടങ്ങാം. സോ ഗുഡ് ഈവനിങ് ഗൈസ്. മൂന്നാറിന്റെ ട്രിപ്പിന് ശേഷം ഞങ്ങൾ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടത് യൂനോ ഗെയിംസ് ആണ്. അതെ, സുഭാഷിന്റെ യൂനോ ഗെയിമിലെ തന്ത്രങ്ങളും എല്ലാം കണ്ടിട്ട് നമ്മൾ ഇതാ തിരിച്ച് നാട്ടിലെത്തി. അനദർ വീക്കെൻഡ്, അനദർ ഡേ. ലെറ്റ്സ് ഗോ ഫോർ എ നൈറ്റ് ഔട്ടിംഗ്. നെടുമങ്ങാടിന്റെ നഗര വീതികളിലൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് എടുത്ത് നടന്നുകൊണ്ടല്ല, വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവൻ നെഗറ്റീവ് ന്യൂസ് കാണിച്ച് ഞാൻ ബൈക്കിൽ വരാതെ പ്ലാൻ ചെയ്ത എന്നെ അവൻ ഡിമോട്ടിവേറ്റ് ചെയ്ത് കാറെടുത്ത് എൻ്റെ കാറ് ഞാനിപ്പോൾ കോ ഡ്രൈവർ സീറ്റിലും ഡ്രൈവറായിട്ട് സുഭാഷും. കഴക്കൂട്ടം എത്തുന്നത് വരെ ഇനി സുഭാഷ് ആയിരിക്കും ഡ്രൈവർ. ബൈ ദ ബൈ, ജർമ്മനി കളിക്കാനായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജർമ്മനി ഇവിടെ എവിടെയോ ഉണ്ട്, പോയി ജർമ്മനി പോകട്ടെ. ഗായ്സ്, നമ്മൾ ജർമ്മനി കണ്ടിരിക്കുന്നു. ഹലോ ജർമ്മ. ഹലോ ചേട്ടാ. യൂട്യൂബൊക്കെ വീഡിയോ ഉണ്ട്. ഹലോ. കയ്യല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. മുഖം കാണിച്ചു. സ്ഥലം എവിടെ? അവിടെ തന്നെ. എനിക്ക് അറിഞ്ഞൂടെ മനുജത്ത് മറ്റേ വിൻഡോസ് മോട്ടോഴ്സ് കിടന്ന് പറഞ്ഞു. വണ്ടി തന്നെ വന്ന. ഓക്കെ, മനുജിത്ത് അഭിജിത്ത്. ഇവന്റെ പേര് അഭിയാനന്ദ് അല്ലടാ, അഭിനന്ദ്. അവനും കൂടെ പറയിപ്പിക്കും. ചേട്ടത്തോ ഇവ കണ്ടത് മുതൽ എന്റെ പേര് ഇതുവരെ പഠിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരുതരാണ്. കൂടെ ഒരു അഭിയാനന്ദ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. എന്റെ പേര് അഭിനന്ദ്. രണ്ടുപേരും ഒന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിളിക്കും. അത് ഇതിന്റെ ഇടയിൽ നമ്മൾ 3 അഭി ആയോണ്ട് ഇവൻ കയറി വിളിക്കും. ആരെങ്കിലും അഭി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ കൂടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവനെ ജർമ്മൻ എന്ന് വിളിക്കാം. ഒരു മാത്രമേ ഉള്ളൂ. എന്റെ ഫോണിൽ ആ പേരാണ് എല്ലാരും ഇതല്ലേ വണ്ടി. ലെറ്റ്സ് ഗോ. നമ്മൾ ചേട്ടൻ്റെ വണ്ടിയിലായിരിക്കും പോകുന്നത്. എൻ്റെ വണ്ടി ഞാൻ കളഞ്ഞിട്ട് വന്നതാ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൂ മോളിൻ്റെ എൻട്രൻസിലുള്ള ട്രാഫിക് ബ്ലോക്കിനെ പറ്റിയിട്ടാണ്. നമ്മൾ ടോപ്പ് 2B ഇവിടെ അല്ലേ നമ്മുടെ സ്ഥലം കിട്ടിയിരിക്കുന്നു. പാർക്കിങ്ങിലാണ്, നല്ല തിരക്കുണ്ട്. നമ്മൾ ഏത് ഫ്ലോർ? 2C. നീ തേർഡിലല്ലേ ഇരിക്കണത്? അപ്പം അങ്ങോട്ട് വരാം. ബൈഡാ മോനെ, വന്നിട്ട് കാണാം. തുറക്കൂലേ? തുറന്ന് വാടേ. നെക്സ്റ്റ് നമുക്ക് കണ്ണദാസിനെ പിക്ക് ചെയ്യണം. നമുക്കിനി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക, പണ്ടൂറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഭയങ്കര പാനിക്കാണ്. കാര്യമൊന്നുമില്ല, ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്രയും പബ്ലിക് പ്ലേസിനിടയിൽ കൂടെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നത്. അതിൻ്റെ എല്ലാവിധ പാനിക്കും എനിക്കുണ്ട്. ഇത്രയും കണ്ണുകൾ എന്നെ ഇങ്ങനെ ഉറ്റിട്ട് നോക്കണം, അതിൻ്റെ ഒരു പാനിക് ഉണ്ട് എനിക്ക്. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതേ ഞങ്ങൾ പണ്ടൂറയിലെത്തി. വിളിയാവന ചെറുക്കനെ തപ്പട്ട് വീസ്. പിന്നെ ചെറുക്കൻ എവിടെ? എടാ, നിന്റെ ഫ്രണ്ടിൽ കൂടെ അല്ലടാ ഞാൻ വന്നത്. നീ വീഡിയോ കാണുമ്പോൾ നീ അവിടെ നിന്ന് കൈ അടിക്കണം തെണ്ടി. അവന്റെ ഫ്രണ്ടിൽ കൂടെ ഞാൻ വന്നത്, അത് അടുത്തൂടെ ഞാൻ വന്നത്. ദാണ്ടിരിക്കുന്നു. ഈ ഒരു സീറ്റിലാടാ വന്നിരുന്നത്. ശരി, നിങ്ങൾ നോക്കും ആയിരിക്കും. 5 സീറ്റർ പിടിക്കാം. 2 സീറ്റർ അല്ലേ ഉള്ളൂ, 5 സീറ്റർ പിടിക്കാം. ഞാൻ ഈ വീഡിയോ എടുത്തോണ്ട് വന്നപ്പോഴേ എല്ലാം കൂടെ എന്തോ ഒരു സംഭവങ്ങളൊക്കെ എന്നെ നോക്കണം. സീരിയസ് ആയിട്ട് ഇടയ്ക്ക് പാരിക്കും ആവണ്. എടുക്കേ വേണം. ഉളുപ്പില്ലായോ? 5 സീറ്റർ കിട്ടി. 5 സീറ്റർ കാറിന് 5 സീറ്റർ പറയണൊക്കെ. ഓ ശരിയാണ്, ഞാൻ എക്സ്ട്രാ ജർമ്മനിയുടെ കൂട്ടി, അതായിരിക്കും 5 സീറ്റർ. ക്രിഞ്ച് അടിച്ചിരിക്കണേ. എൻ്റെ ക്രിഞ്ചൊക്കെ പോയി അതുവഴി നടന്നു വന്നപ്പോൾ. എന്താ പരിപാടി ഇനി? എന്താ പരിപാടി? എവിടെറാ എൻ്റെ സാധനം? എവിടെറാ എടറാ എട്. ഞാൻ അങ്ങ് കൊച്ചിയിൽ ഇറക്കുമതി ചെയ്ത ഐറ്റാണ്. ഇതിന്റെ ബാക്കി പാർട്സ് എവിടെയാടാ? വ്ളോഗിന്റെ ലെവല് കൂടിക്കൂടി വരണത് കൊണ്ട് ഒരു ക്രൂഷ്യൽ ഐറ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. 1 TB ഉണ്ടാവോ എന്തോ. സീരിയസ് ആയിട്ട് ഇത് പറ്റണില്ല. നമുക്ക്
ഫോണിൽ എത്രയെന്നും പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്യാൻ അവസാനം സാധനം സെറ്റ് ചെയ്ത് പൈസ ഒന്നും നോക്കിയില്ല. 300 ഒന്നും അല്ല, നിങ്ങൾക്ക് സെർച്ച് ചെയ്തൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഇരുന്നുള്ള ഡയലോഗ് അത്രയും അടിച്ചിട്ട് വിശക്കണ് പോയി. ഇതിന്റെ അകത്തൊന്നും കഴിക്കാൻ പറ്റണ മൂടല്ല ഇപ്പോഴും. ഒരു കോഫി കുടിക്കാനുള്ള ക്ഷമ പോലും ഇല്ല. ഹൈപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പരിപാടി ഫുഡ് കിട്ടും, അവിടെ നിന്ന് തിന്നേണ്ടി വരും. കൊച്ചി പോയി ഇത്രയും വലിച്ചു വാരി തിന്ന നമ്മൾ എന്തിനാണ് ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുഡ് നോക്കണമെന്നായിരിക്കും വ്യൂവേഴ്സ് വിചാരിക്കുന്നത്. പണിട്ടുപുറയിൽ എന്താ പരിപാടി വന്നിട്ടുണ്ടോ കണ്ടിട്ട് പോകാം. ഇതാണ് കേട്ടോ ഐറ്റം പുതുതായിട്ട് വന്നത്. ഡേയ് കറങ്ങണുണ്ട് കേട്ടാ, ആളെവിടെ ഇടാ. വീണ്ടും നമ്മൾ ലോക്കൽ ഫുഡ് ഹണ്ടിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ലോക്കൽ അല്ലല്ലേ, പ്രീമിയാണ്. ഇതിൻ്റെ പേരെന്തുവാണ്? ഓ അറ്റോമിക്സാ. ലോക്കൽ ഫുഡ് കേട്ടെന്ന് പറഞ്ഞിട്ട് പ്രീമിയം റെസ്റ്റോറൻറ്റിലാണ് ഇതിനെക്കാരും കയറിയ പറ്റുന്ന ഒരു കമൻറ്റി ഇത്രയും കഷ്ടപ്പെട്ടു വന്നത്. നിന്റെ ചളിയൊന്ന് വീടിലിട്ട് കിട്ടാനുള്ളതാ. അത് പറക്കുന്നതിന് മുമ്പേ അത് തെളിയിക്കും. നിങ്ങളെ ബിരിയാണി പറയരുത്. എന്റെ വീഡിയോയിൽ മൊത്തം ബിരിയാണിയാണ് തുടങ്ങിയതുകൊണ്ട്. കറങ്ങി തിരിഞ്ഞ് നമ്മൾ മന്തിയിൽ വരും. അതാണ് അതിന്റെ ഒരു നേക്ക്. എത്ര അറിയുന്നത് അത് കേട്ടല്ലേ? അല്പം മന്ത്രിയോ. അപ്പൊ ആടും തിരിച്ച് മന്ത്രിയില്ലേ? ഓക്കെ, ഏത് മന്ത്രിയാണ്? മച്ചു അപ്പൊ ശരി, നെക്സ്റ്റ് വീക്കെൻഡ് നമ്മൾ തിരക്കട്ടാ. അവിടെ ശരി. ഫുഡ് ഇഷ്ടപ്പെട്ടാണ്. പക്ഷെ എന്തൊരു മാജിക് ഇല്ലേ? അതെ അതെ അതെ. ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് മോശമല്ല, ഫുഡ് കൊള്ളാം, പക്ഷേ സ്പെഷ്യാലിറ്റി ഇല്ല. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ലോക്കൽ ഫുഡ് ഹണ്ട് എന്ന് പറഞ്ഞിട്ട് റിച്ച് ആയിട്ടുള്ള ഹോമീസിൽ കയറി ഫുഡും അടിച്ച് മര്യാദയ്ക്ക് ലുലുന്ന് ഹൈപ്പർ മാർക്കറ്റിൽ കയറി അടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ തിരക്കിൻ്റെ ഒരു കാര്യം കൊണ്ട് ഞങ്ങൾ ഡ്രിഫ്റ്റൊക്കെ ചെയ്യാനാണ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീക്കെൻഡിൽ കാണുന്നത് വരെ ബൈ.